ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് പോവാണ്. അപ്പോൾ എനിക്ക് കായംകുളത്ത് ബാങ്ക് SBIയിൽ നിന്ന് പോകണം. അപ്പോൾ അനിയത്തിയും കൂടി പോകാമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് ആ കൊച്ചാണെങ്കിൽ തുണിയെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കുന്നത്. കാരണം ആ കൊച്ചിൻ്റെ വീട്ടിൽ വെള്ളമൊക്കെ പൊങ്ങിയപ്പോൾ അലമാരി നിറച്ചും മുങ്ങിപ്പോയി. അപ്പോൾ ആ തുണിയെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കുവാണ്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, എടി വീട്ടിൽ പിന്നെ എന്താടി ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് ഞണ്ടാടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് കയറി പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞങ്ങളെ നോക്കി ഒരാൾ ഇതാണ്ട് പാതൊക്കെ കസേരയിലിരിപ്പുണ്ടെന്ന് നോക്കി സൂക്ഷിച്ച് നോക്കിക്കേ. അപ്പം ഞാൻ നേരെ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി. അവിടെ വെറുതെ TV ഒക്കെ ഇട്ട് വെച്ചേക്കുക കേട്ടോ. കാണാനൊന്നും ആരുമില്ല. കാരണം അമ്മ അടുക്കളയിൽ പിള്ളേരെൻ്റെ സ്കൂളിലൊക്കെ പോയി, അനിയത്തിയുടെ മക്കൾ സ്കൂളിലൊക്കെ പോയി. അങ്ങനെ നേരെ ഞാൻ അടുക്കളയിലോട്ട് വന്ന് നല്ല മണം പിടിച്ച് അടുക്കളയിലോട്ട്. നമ്മളെല്ലാവരും അങ്ങനെ ആണല്ലോ, നേരെ ഓടി അങ്ങ് അടുക്കളയിൽ പോകും സ്വന്തം വീട്ടിൽ പോയാൽ. പിന്നെ വന്നപ്പോൾ നമ്മുടെ അമ്മ, ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം അമ്മ ഞണ്ടൊക്കെ കറി വെച്ചുകൊണ്ടിരിക്കുക. തേങ്ങ അരച്ച അമ്മയിന്ന് കറി വെച്ചത്, റോസ്റ്റ് ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് റോസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ഇഷ്ടം കേട്ടോ. അപ്പം അമ്മ കറി വെച്ചത് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി അനിയത്തി വന്ന് എല്ലാം ഉപ്പും പുളിയെല്ലാം ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാൻ നേരെ ചോറും എടുത്ത് ഇച്ചിരി ചക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ചക്കയൊക്കെ വേവിച്ച് ചോറുമൊക്കെ തിന്നാം. പിന്നെ അതിൻ്റെ ഇച്ചിരി മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെഴുക്ക് വരട്ടിയൊന്നും തൊട്ടില്ല കേട്ടോ. ഞാൻ ചക്കയും ചോറും ഞണ്ടുമൊക്കെ കൂട്ടി ഞാൻ നല്ലൊരു പിടി പിടിച്ച് ഞാനും എൻ്റെ മോനും ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇനി പോകുന്നു. കാരണം എന്ന് വെച്ചാൽ ഉച്ചക്കത്തേക്കുള്ള മീനെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ അനിയത്തിയോടും അമ്മയുമായിട്ട് ഇച്ചിരി സൊറയൊക്കെ പറഞ്ഞിട്ടാണ് വന്നതിന് പിന്നെ ഇനി മീനെല്ലാം വെട്ടി കറി വെച്ചിട്ട് ഹസ്ബൻഡ് ഉച്ചയ്ക്ക് വീട്ടിൽ വരും ചോറുണ്ണാൻ. അപ്പം പുള്ളിക്ക് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള